നമ്മുടെ നാട്ടില് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും അല്ലെങ്കിൽ ഒന്നിന് മേലെ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ തമ്മിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ മേലെ കല്യാണം കഴിക്കുന്നവരെ ഭയങ്കര തരം താരിട്ട് ഭയങ്കര 56 എന്തായി കാട്ടുന്ന വരെ. പക്ഷെ ഇത് പറയുന്ന മിക്ക ആൾക്കാരെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ചിരി വരിക. കാരണം ഇവർക്കൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്യാന്നുള്ളത് ഇവർക്ക് പറ്റൂല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരെ മിക്ക ആൾക്കാർ ഒരു വൈഫിനെ കെട്ടി നാട്ടുകാരെ മുന്നിൽ ഭയങ്കര മാന്യനായിട്ടോ ജീവിക്കുക. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്നരാളും വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവും. പക്ഷെ ആരും അറിയില്ല. പിന്നെ വീക്കെൻഡ് സെറ്റപ്പ് ഉണ്ടാവും. അതും ചിലപ്പോൾ ആരും അറിയില്ല. അല്ലെങ്കിൽ ചെക്കന്മാരെ കൂടെ ട്രിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിൽ പുറത്തേക്ക് പോകുന്നവരുണ്ട്. അവിടെ പുറത്ത് പോയാൽ എന്തായാലും മിനിമം 2 ആൾക്കാരൊപ്പം കിടന്നിട്ടേ വരുള്ളൂ. അത് ആരാണെന്നോ ഏത് പെണ്ണാണെന്നോ ഏത് തറവാട്ടുകാരത്തിയാണെന്നോ എന്തിനധികം പറഞ്ഞു ഓളെ പേര് പോലും അറിയാൻ കാര്യം ഉണ്ടാവില്ല. എല്ലാവരും കാര്യമില്ല പറയുന്നത്. എന്നിട്ട് ചിലർ ഗിഫ്റ്റ് ആയിട്ട് നാട്ടിൽ എയ്ഡ്സ് ആയിട്ട് അങ്ങനെ വരും ചെയ്യും. വേറെ ചിലർ കട്ടക്ക് രക്ഷപ്പെട്ടവരുണ്ടാവും. ഓരോ മുഖം കാണാൻ രസം. എന്താ ഐശ്വര്യം. ഒറ്റ പെണ്ണിനെ കെട്ടിയ ആള് നല്ല പുറത്തേക്ക് പോയതാണെങ്കിൽ നല്ല വിശ്വസ്തയോടെ പറഞ്ഞേക്കാം. സ്വന്തം വൈഫിനെ അല്ലാണ്ട് വേറെ ആരും തൊടൂല. ഓന്റെ ഒക്കെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ അവന്റെ അഭിനയം കണ്ടാൽ തന്നെ വിചാരിക്കും ഫ്ലൈറ്റിൽ പോകുമ്പോൾ എടുത്ത് പെണ്ണായോണ്ട് ഓൻ നീറ്റി നിങ്ങാണ്ട പോയിന്നുള്ളത്. എന്നാലോ നാട്ടുകാരെ മൊത്തം അറിയിച്ച് വീട്ടുകാരും കുടുംബക്കാരൊക്കെ അറിയിച്ചിട്ട് വേറെ ഒരു പെണ്ണിനെ 2ാം കെട്ട് കെട്ടി നല്ല അന്തസ്സായിട്ട് കുടുംബം പോറ്റി ആ കുടുംബം മാക്സിമം ഒരു നല്ല പേര് കേട്ട ഒരു കുടുംബം ആക്കി നടക്കുന്ന ഒരാള് 50 അങ്ങനത്തെ ആൾക്കാരെ കണ്ട ചിലർക്ക് ഒന്നിന് മേലെ കിട്ടിയവർക്ക് 2 പെണ്ണുങ്ങളുണ്ടെന്ന് ഭയങ്കര മോശത്തരം. ഈ പറഞ്ഞ ആളാണ് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ടീം. ഇത് നിങ്ങൾ തന്നെ വ്യത്യാസം നോക്ക്. കണ്ട അയിഞ്ഞാട്ടക്കാരിയോടൊപ്പം കൂടെ ഒക്കെ കിടന്നിട്ട് ഓരോന്നും പിന്നെ ജീവിതത്തിൽ കണ്ടെന്ന് വരില്ല. എന്നിട്ട് ഓരോ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞതോ നല്ല രീതിയിൽ അന്തസ്സോടെ നാട്ടുകാരൊക്കെ അറിയിച്ച് കെട്ടിയ പെണ്ണ് 1 ആണെങ്കിലും വേണ്ടില്ല 4 ആണെങ്കിലും വേണ്ടില്ല എല്ലാത്തിനും ഒരുപോലെ നോക്കി കുടുംബം പോറ്റി ജീവിക്കുന്ന ഒരാൾ. ഇതിൽ ആര് ശരിക്കും നല്ലോനും.